അപ്പൊ ഇന്നത്തെ ചാലഞ്ച് വൂ നോസ് മീ ബെറ്റർ എന്നുള്ളതാണ്. സോ 3 പാർട്ട് ഉണ്ട് കേട്ടോ അതിന് ഓരോരുത്തരായിട്ട്. ഫസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ തുടങ്ങണേ. നമ്മള് പോയതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ 2 ദിവസം നിന്നിക്കുന്നു. അവർക്ക് പോയ എല്ലാ സ്ഥലവും ഭയങ്കര അല്ല, ഇതൊരു പ്രകൃതിയുമായി നല്ല ഇണങ്ങിക്കുന്നു. ആയിക്കോട്ടെ പറയട്ടെ. അതെന്താ ഇരിക്കണം എന്താണ് കണ്ടുക്കണോ? ഇല്ല, ഇത് രണ്ടാളും ഇരിയുടെ ഏകദേശം ശരിയാണ്. അതായത് ഒരു മലയുടെ മുകളിൽ പോയതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊക്കെ കണ്ടുക്കണോ? ആ ശരിയാണ്. ശരിക്കും ആയിക്കോട്ടെ. ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ് അതല്ല, അതായത് അതിന്റെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റിയത് ചെയ്തത്. അതായത് നമ്മളിങ്ങനെ ബാക്കിലൊക്കെ ഇരിക്കുന്ന ടൈമില് ഭയങ്കര വൈബടിച്ചിരിക്കാൻ പറ്റിയ. ബേബിയെ നോക്കുന്നേ നോക്കിക്കണോ? ആൻസർ നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇടത്തി സിമ്പിൾ അല്ലേ? ബാക്കില് 3 ആക്കി ഇരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് സീറ്റ് ഉണ്ട്. വലിയവർക്ക് ഇരിക്കാൻ വേണ്ടി എന്തോ ചെയ്തിക്കണോ? സിമ്പിൾ അല്ലേ? ആയിക്കോട്ടെ. ഹ്യൂമർ സെൻസ് അല്ലേ? അല്ല, ഇതിന് ആൻസർ ഫോർച്യൂണർ ആണ്. ഞങ്ങൾക്ക് 2 ആൾക്കും അതറിയാം. ഇവൾക്ക് ഒന്നാമത് ആ കാറിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്കും ബാക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതൊരു കാറിലല്ലേ ഉള്ളൂ. ഇപ്പൊ I20 ഇപ്പൊ നമുക്ക് 3 ആൾക്കും സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ശരി മാർക്ക് കിട്ടും. മൂവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതായത് ഇപ്പൊ ഹൊറർ അല്ലെങ്കിൽ കോമഡി അങ്ങനെയൊക്കെ. കഴിഞ്ഞു ബേബിളെ കഴിഞ്ഞു. ആ നോക്കട്ടെ. പക്ഷെ ഞാൻ ഇതല്ല, ഇതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതല്ല എഴുതിയിരുന്നത്. ഓള് പറയാറുണ്ട് എനിക്ക് സർവൈവിംഗ് മൂവീസ് ആണ് ഇഷ്ടം. എനിക്ക് സർവൈവിംഗ് ഇത് പക്ഷെ കഴിഞ്ഞ ഇഷ്ടം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അല്ല. എനിക്കിഷ്ടം ഇൻവെസ്റ്റിഗേഷൻ. അതിന് മാർക്ക് ആർക്കില്ല. ഫോണില് ഞാൻ ഏറ്റവും കൂടുതൽ കിട്ടിയ അപ്പ ഞാൻ എടുക്കുന്ന ആപ്പ് ഏതാണ്? സിമ്പിൾ ആൻസർ. ഞാനും ഓക്കെ സിമ്പിളാണ്. ഈസി പീസി. നോക്കട്ടെ. അല്ല, യൂട്യൂബാണ്. എടുക്കാറ് ഞാൻ യൂട്യൂബ് അല്ല, ഞാൻ യൂട്യൂബാണ് എഴുതിക്കുന്നത്. അപ്പൊ തൊട്ടിട്ടല്ല ഞാൻ ഇതിൽ എഴുതിയതാ പറയാത്തത്. ഞാന് എക്സ്പ്ലനേഷൻ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പ്ലനേഷൻ ഇതൊക്കെ കണ്ടുക്കണേ. ഞാൻ സിമ്പിൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് സിമ്പിൾ ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ട എക്സ്പ്ലൈനർ ഞങ്ങൾക്കറിയാം, കാറ് ഞങ്ങൾക്കറിയാം. പിന്നെന്താ നോക്കട്ടെ. കറക്റ്റായിട്ട് രണ്ടാളെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അതാണ്. അപ്പൊ പിന്നെ സിമ്പിൾ അല്ലേ? ഇതില് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് ഇത് കിട്ടിയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട അറിയാം. ഇത് എന്ത് പറയില്ല. അതല്ല ഓൾക്ക് ഇഷ്ടപ്പെട്ട. അപ്പൊ ഈ എക്സ്പ്ലെയിനർ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിക്കണം. അപ്പൊ ഈ പറഞ്ഞില്ല എന്നോട്. ആയിക്കോട്ടെ, അതാ രസല്ലേ? ബേബി എഴുതിയിട്ടില്ല. ഇതിനു മുന്നേ പറഞ്ഞു. അയ്യോ തന്നെ എഴുതിയത്. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറയാം. ആയിക്കോട്ടെ. ബേബിക്ക് മാർക്ക് വേണോ? പകുതി മാർക്ക് തരാം. അനക്കപ്പൊ എത്ര കിട്ടി? ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട്. ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഒരു എനിമി സീരീസ് ഉണ്ട്. എനിമിയോ? സിമ്പിൾ. ഞാനിത് എനിക്ക് സിമ്പിൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടുന്ന് ചെയ്യുന്ന മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതെന്താ കാണിച്ചു കൊടുക്ക?
അത് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കാണുന്നുണ്ട്. ഇല്ല ടിക്ടോക്കോട്ടായിട്ട് അതിനെ ഉദ്ദേശിച്ചു. ഞാൻ അതോടെ ഉദ്ദേശിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ പേര് കിട്ടില്ല. അതിന്റെ പേര് കിട്ടുന്നില്ല. അതാണ് ഞാൻ അയച്ച ക്യാറ്റിന്റെ പേര്. ടൈറ്റിലല്ല ഉദ്ദേശിച്ചത്. ടൈറ്റിലല്ലല്ലോ. ടിക്ടോക്കോട്ടായിട്ട് കാണാറുണ്ടോ? നീ കാണാറുണ്ട്. ഞാൻ കണ്ടുപോകും. അതിനെ ഉത്തരം അപ്പൊ അനക്ക് എത്ര? എനിക്ക് 1 2 3 4 5 5.5. 5.5. എനിക്കോ 2 5 6 6. അപ്പൊ ബേബിക്ക് 5ഉം ജിസുക്ക് 6 ആണ്. സോ ഈ ഒരു പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളാക്കാൻ പറ്റൂല കേട്ടോ. ഇത് ഷോർട്സ് ആക്കാനേ പറ്റുള്ളൂ. കാരണം ഒരാളുടെ ഇത്ര ഉണ്ടെങ്കിൽ ലോങ് വീഡിയോ ആകുമ്പോൾ കുറെ കൂടുതൽ. സോ ഇത് ഷോർട്സോ ലോങ് വീഡിയോ എന്തായിട്ടെങ്കിലും അപ്ലോഡ് ആവും. സോ ഇനി അടുത്ത പാർട്ട് 2 അപ്പൊ ഇത് ആരുടേക്കാരോ ആയിക്കോട്ടെ. ഓക്കെ. സോ ശരി. അപ്പൊ ബൈ.